ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 22-ാം അധ്യായം 32-ാം വാക്യം. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ ശിമിയോൻ പത്രോസിനോട് പറയുന്ന വാക്കുകളാ, ദേ ഞാൻ നിനക്കു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാ? കാരണം നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാനായിട്ട്. നിന്റെ ചുറ്റും പിശാച് ഉണ്ട്, അവൻ നിന്നെ പ്രലോഭനത്തിന് അടിമപ്പെടുത്താതിരിക്കാനായിട്ട് ഞാൻ നിനക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃത്യമായിട്ട് ഈശോ പത്രോസിന് ഒരു മുന്നറിയിപ്പ് നൽകുകയത്, നിന്റെ ചുറ്റും പിശാചുക്കളുണ്ട്, പ്രലോഭനങ്ങള് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. പക്ഷെ അതിന് നീ കീഴ്പ്പെട്ടു പോകാതിരിക്കാനായിട്ട് നിനക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാ, ഞാൻ ത്യാഗമേറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ഈശോ മുന്നറിയിപ്പ് നൽകുകയാ, നീയും പ്രാർത്ഥിക്കണം. ആർക്കു വേണ്ടിയാ? നിനക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാനായിട്ട് നീ തയ്യാറാവണം. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രം, അല്ലെ? നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാനായിട്ട് എപ്പോഴും ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. എപ്പോഴും സ്വാർത്ഥത നിറഞ്ഞ പ്രാർത്ഥന മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുള്ളൂ. പക്ഷേ ഈശോ ശിമിയോൻ പത്രോസിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നമ്മളെയും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ബന്ധുക്കളായിക്കൊള്ളട്ടെ, നമ്മുടെ സഹോദരങ്ങളായിക്കൊള്ളട്ടെ, നമുക്ക് പരിചയമുള്ളവരായിക്കൊള്ളട്ടെ, മറ്റുള്ളവരൊക്കെ പ്രലോഭനത്തിന് കീഴ്പ്പെടാതിരിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത്. സ്നേഹമുള്ളവരെ, ഈ ഒരു ഉത്തരവാദിത്വം എത്രമാത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ ഉത്തരവാദിത്വത്തില് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്, അല്ലെ? പോരായ്മകൾ സംഭവിക്കുന്നുണ്ട്. ഇതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കാതെ പോകുന്നതുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കാതെ സ്വാർത്ഥത നിറഞ്ഞ പ്രാർത്ഥനയോടുകൂടി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയില് മറ്റുള്ളവരെ കൂടെ ഉൾച്ചേർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതേപോലെ തന്നെ ശിമിയോൻ പത്രോസിന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ദേ സാത്താൻ നിന്റെ ചുറ്റുമുണ്ട്, നീ ബോധ്യത്തോടുകൂടി ജാഗ്രതയോടുകൂടി ജീവിക്കുക. കാരണം നിന്നെ നശിപ്പിക്കാനായിട്ട് പൈശാചികമായ ശക്തി നിന്റെ ചുറ്റുപാടുമുണ്ട്. ഇത് തിരിച്ചറിയാനായിട്ട് നിനക്ക് സാധിച്ചാൽ മാത്രമേ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ നീ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. അവന്റെ ജീവിതം വിശുദ്ധിയിലേക്ക് പോകണമെങ്കിൽ നിന്റെ പ്രാർത്ഥന അവന് വലിയൊരു ബലമാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് പ്രലോഭനങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുവാനും നമ്മുടെ പ്രാർത്ഥനയില് മറ്റുള്ളവരെ കൂടി കൂട്ടിച്ചേർക്കുവാനും അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിച്ച് ഈ ഭൂമിയിൽ ഈശോയെ പോലെ ജീവിച്ച് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.